ഹായ്. അപ്പം നമ്മൾ വയനാടുള്ള ഒരു സ്കിൻ ഡോക്ടറിനെ പറ്റി കേട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് പോയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം ആ ഡോക്ടറെ ഒന്ന് പോയി കാണാമെന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ, ഒന്ന് ഡാൻഡ്രഫ്, ഒന്ന് പിന്നെ നമ്മുടെ സ്കിന്നിന് കാണിച്ചിട്ട് പറ്റിയ സൂട്ടബിളായ, നമ്മളിപ്പം നൈക്കയിൽ നിന്ന് മിന്ത്രയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാറല്ലേ പതിവ്. അപ്പം അതിന് പകരം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയിട്ടൊന്ന് ചോദിക്കണം. ചുമ്മാ ചോദിക്കുക. എനിക്ക് ഗ്ലൂട്ടാത്തയോൺ ബ്രൈറ്റനിങ് അല്ല, പക്ഷേ ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയിട്ടൊരു എൻക്വയറി, പിന്നെ കൊളാജൻ സപ്ലിമെൻറ്റ്സിനെ പറ്റിയൊരു എൻക്വയറി, ഇങ്ങനെയൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ്: സുൽത്താൻ ബത്തേരിയുള്ള മീര സ്പെഷ്യാലിറ്റി ക്ലിനിക് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, അവിടെയുള്ള ദിവ്യ എന്ന് പറയുന്ന ഡോക്ടർ. അപ്പം ഞാൻ ചാർജ്, രജിസ്ട്രേഷൻ ഫീ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് പറയാം. അതിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. സോ ഡോക്ടറെ കണ്ട് ഇറങ്ങിയിട്ട് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നമ്മൾ രാവിലെ പോയി ടോക്കൺ എടുക്കണം. എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ബത്തേരിയിലെ പൂമരം കഴിഞ്ഞ ഒരു ചെറിയൊരു കയറ്റമില്ലേ, ആ കയറ്റത്തിൻ്റെ സൈഡിലാണ്. പിന്നെ കാറൊക്കെ കൊണ്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കുറച്ച് ഉള്ളോട്ടായിട്ട് ഒരു ഗ്രൗണ്ട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് ഞാൻ വിചാരിച്ചത് സ്കിന്നിന് മാത്രമായിട്ടുള്ളൊരു ക്ലിനിക്ക് എന്നാണ്, പക്ഷേ അല്ല, അതൊരു ഹോസ്പിറ്റൽ തന്നെയാണ്. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ റിസപ്ഷനിൽ പ്രത്യേകം ക്യൂ ഒന്നുമില്ല. വരുന്നവർ തോന്നുന്ന പോലെ കയറി നിൽക്കും. അപ്പോൾ അതാരും അവിടെ ഓർഡർ ഒന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് വന്നവർ ഫസ്റ്റ് കാണിക്കണം എന്നുള്ള ആ രീതിയിൽ അവർ മെയിൻറ്റെയിൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാനങ്ങനെ കയറി. ഞങ്ങൾ 2 പേർക്കും കൂടെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞാൽ 600 റുപ്പീസായി. അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ, സ്കിന്നിൻ്റെ ഡോക്ടർ ദിവ്യ ഉള്ളത് 2nd ഫ്ലോറിലാണ്. അവിടെ പോയി ഒരു 10 ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ അവിടെ എത്തുമ്പം. പക്ഷേ നല്ല തിരക്കാണ്. മൊത്തം പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് 12:30ആയി. അപ്പോൾ ഈ ഡോക്ടർ മലയാളം അത്ര അറിയില്ല എന്ന് തോന്നുന്നു. ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് നോർമലി എൻ്റെ ഒരു മുന്നുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ബ്രൈറ്റനിങ് ക്രീംസ് അല്ലെ ബ്രൈറ്റനിങ്ങിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഇനി വെളുത്തിട്ട് എന്ന് ചോദിക്കാറുണ്ട് പല ഡോക്ടേഴ്സ്. അപ്പോൾ ഈ ഡോക്ടർ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ അടുത്ത് ചോദിക്കും, പിന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് പറയുമ്പോൾ ഇല്ല, അതിന് സൈഡ് എഫക്റ്റ് ഇല്ല, ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാനിപ്പം നൈക്കയിൽ കോസ്മെറ്റിക്സ് സ്കിൻ കെയർ എന്ന് പറഞ്ഞ ഈ റീലൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന ഐറ്റംസിനൊക്കെ എറൗണ്ട് 8000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പ്ലാൻ, ഞാനിപ്പോൾ ഇങ്ങനെ ഏജ് വരികയല്ലേ, നമ്മൾ വയസ്സ് കൂടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ സ്കിൻ കെയർ ഐറ്റംസ് മൊത്തം റീപ്ലേസ് ചെയ്തിട്ട് ഒരു ബേസിക്കായ ഒരു സ്കിൻ കെയറിലേക്ക് വരണം എന്നതാണ് എൻ്റെ ഒരു ആവശ്യം എന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എനിക്കൊരു സൺസ്ക്രീൻ, ഒരു ഫേസ് വാഷ്, പിന്നെ ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന എൻ്റെ മോയ്സ്ചറൈസർ, അത് സെറാവയുടെയാണ്, അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ കൂടെ എനിക്ക് എൻ്റെ ബില്ലായിട്ടുള്ളത് 2000 ആണ്. ഇതിനൊരു ടാബ്ലറ്റ് ഉണ്ട്. ആ ടാബ്ലറ്റ് എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല, അത് പുറത്തുനിന്ന് വാങ്ങിക്കണം. അതിന് ഏകദേശം ഒരു സ്ലിപ്പിന് 1000 എത്രയോ ആണ്, കറക്റ്റ് എനിക്കറിയില്ല. അപ്പം എൻ്റെ നൈക്കയുടെ ബഡ്ജറ്റ് കംപ്ലീറ്റ് എനിക്ക് ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു മന്ത് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് തീരുന്നില്ലല്ലോ. സോ അതും ഒരു നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഡോക്ടറിനെ കണ്ടൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, നല്ല ഡോക്ടറാണ്. അവിടെ ഒരുപാട് പ്രൊസീജിയേഴ്സൊക്കെ അവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്നും അറിയില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ തന്ന മെഡിസിൻസ് 2 മാസം യൂസ് ചെയ്തിട്ട് ചെല്ലാനാണ്. കാര്യം ചില മെഡിസിൻസ് ലൈഫ് ലോങ് എടുക്കാൻ പാടില്ല. നമ്മൾ നോർമലി ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഡോക്ടർ ഒരു തവണ കാണിക്കും, ആ മെഡിസിൻ വാങ്ങിക്കും, പിന്നെ ജീവിതകാലം മുഴുവൻ ആ മെഡിസിൻ യൂസ് ചെയ്യും. ഇതിനൊന്നും കാലാകാലം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ അങ്ങനെ പറഞ്ഞു, 2 മാസം യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ട് മരുന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഡോക്ടറെ അടുത്ത് പോകും. ബാക്കി അപ്ഡേറ്റ്സ് അന്നേരം.